എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു, കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേ. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്താവിഷയം ആർദ്രതയ്ക്കുള്ള ആഹ്വാനം. കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും മാറ്റപ്പെട്ടവനായിരുന്നു. ആരും അവനെ സ്പർശിക്കുകയില്ല, ആരും അവൻ്റെ അടുക്കൽ പോകുകയുമില്ല. എന്നാൽ യേശു അവനെ കണ്ടപ്പോൾ അവനെ അടുത്ത് വിളിച്ച് സ്പർശിച്ച് സൗഖ്യം നൽകുന്നു. ഇതൊരു ആർദ്രതയുടെ മനോഭാവമാണ്. യേശു അവനെ കണ്ട് മനസ്സറിഞ്ഞു. ആർദ്രത ആരംഭിക്കുന്നത് കാഴ്ചയിലൂടെയാണ്. നാം ചുറ്റുപാടുകളുടെ വേദന കാണുന്നവരാണോ, അതോ കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്നവരോ? ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ കാഴ്ചകൾ വിപുലപ്പെടുത്തണം. ചുറ്റുപാടുകളുടെ വേദന കണ്ട് മനസ്സലിയുന്നവരാകണം. യേശു അവനെ കണ്ട് മനസ്സലിഞ്ഞു, അവനെ തൊട്ടു എന്നാണ് വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിയമപരമായി അത് ചെയ്യുവാൻ പാടില്ലാത്തതായിരുന്നു. എങ്കിലും യേശുവിൻ്റെ മുൻപിൽ സ്നേഹം നിയമത്തേക്കാൾ വലുതായിരുന്നു. സമൂഹം തള്ളിയവനെ യേശു കണ്ട് സ്പർശിച്ച് സൗഖ്യം നൽകുന്നു. പ്രിയരെ, സമൂഹം തള്ളിയവരെ നാം എങ്ങനെ കാണുന്നു? തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കൈകൾ അവരെ സഹായിക്കുന്നതിനായി നീട്ടട്ടെ. ആർദ്രത വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തിയിൽ പ്രകടിപ്പിക്കാം. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന യേശുവിൻ്റെ വാക്കുകൾ അവൻ്റെ രോഗത്തെയും ലജ്ജയെയും മാറ്റുന്നു. പ്രിയരെ, നമ്മുടെ വാക്കുകൾ നിരാശയിലുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ, മുറിവേറ്റവർക്ക് ആശ്വാസമായി തീരട്ടെ. നിന്ദിക്കുന്നതിന് പകരം പ്രോത്സാഹനങ്ങളായി നമ്മുടെ വാക്കുകൾ മാറട്ടെ. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നാളുകളിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്ക് ധരിക്കാം. അവൻ്റെ ആർദ്രത നമ്മിൽ നിറയട്ടെ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായി, സാന്ത്വനമായി രൂപപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നാളുകളിൽ മറ്റുള്ളവരുടെ വേദനയിൽ ചേർന്ന് നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.